അലീന പോകാം. ദേ ഈ പോക്ക് ഞങ്ങളുടെ എക്സ് ഹൗസ്മേറ്റിനെ കാണാനാണ്. ആളീ പരിസരത്തൊക്കെ തന്നെ ആ താമസം. പക്ഷെ കണ്ടു കിട്ടാൻ ലേശം പാടാ. ആളിച്ചിരി തിരക്കുള്ള കക്ഷിയാണ്. നാടും വീടും ഒക്കെ വിട്ട് ഇതുപോലെ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഷെയർ ചെയ്യാൻ അറ്റ് ദാറ്റ് മൊമെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ഇതുപോലത്തെ ഫ്രണ്ട്സാണ്. എന്നാൽ ഈ പലരുടെയും ജോലിയുടെ ഷിഫ്റ്റുകൾ തമ്മിൽ കൂട്ടി സ്വന്തം റൂമിൽ താമസിക്കുന്ന ആളെ ആഴ്ചയിൽ ഒരിക്കൽ കാണുന്ന ഒരു ഏർപ്പാടാണ് മിക്ക ഫ്രണ്ട് സർക്കിളിലുള്ളത്. എനിവേ ഇന്ന് ഞങ്ങൾ 3 പേർക്ക് ഓഫായിരുന്നു. അപ്പോൾ കുറച്ച് ചായ കുറേ വർത്താനം. ടീമിലിപ്പോൾ മറ്റേ ചായക്കപ്പിൻ്റെ റിമ്മ് പൊക്കി നോക്കി ഭാഗ്യം പരീക്ഷിക്കുന്ന പരിപാടി പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കാപ്പിയിൽ കൂടുതൽ താങ്ങില്ലാത്തതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടിയ കോഫി ഭാഗ്യം വരാൻ പോകുന്ന ലക്ഷണമായിട്ട് കണ്ട് അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഒരുമിച്ച് കൂടുമ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ ട്രിപ്പിൻ്റെ പ്ലാനും പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ് ചെയ്ത പ്രശ്നത്തിൻ്റെ കഥയും ഒക്കെയാണ് മെയിൻ ടോപ്പിക്സായി വരാറുള്ളത്. ഇന്നും പതിവ് തെറ്റിയിട്ടില്ല, അതൊക്കെ തന്നെയാണ് സംസാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രണ്ട്സ്. റിലേഷൻഷിപ്പ് പോലെ തന്നെ ചില സമയത്ത് ഫ്രണ്ട്ഷിപ്പും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മുറിയിൽ തന്നെ താമസിച്ച് മിണ്ടാണ്ടിരുന്നിട്ടുള്ളവർ, ഷിഫ്റ്റ് കഴിഞ്ഞ് മടുത്ത് വന്നപ്പം ചോദിക്കാണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചവർ, എന്താ കാരണം എന്ന് പോലും അറിയാണ്ട് മിണ്ടാണ്ട് അകന്നു പോയവർ, ജോലിയിൽ നിന്ന് ഫയർ ചെയ്തപ്പോൾ സാരമില്ല രമണ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർ, എന്തിനേറെ പറയുന്നു നമ്മൾ ആദ്യമായിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ആദ്യത്തെ ടിം ഹോട്ടൻസ് കോഫി വാങ്ങി തന്നവർ, അങ്ങനെ പലതരത്തിൽ ഫ്രണ്ട്സ്. കാനഡയിൽ വന്ന ഏർലി ടൈമിലൊക്കെ ദൈവമേ എനിക്ക് മരുന്നിന് പോലൊരു ഫ്രണ്ട് ഇല്ലല്ലോ ഈ നാശം പിടിച്ച് കാനഡയിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോകെ ഫ്രണ്ട്സ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്.